ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പച്ചവെള്ളം എഡ്യൂക്കേഷന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി വരാൻ പോകുന്ന നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ ചാൻസസിനെ കുറിച്ച് നിങ്ങളെ വിശദമായിട്ട് അറിയിക്കാനാണ് ഈ ഒരു വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അതായത് സെക്രട്ടറീസ്, പ്രത്യേകിച്ച് സെക്രട്ടറി അസിസ്റ്റന്റ് പ്രിലിംസ് ഒക്കെ നല്ല രീതിയിൽ എഴുതാൻ എഴുതാൻ പ്ലാൻ ചെയ്യാത്തവർക്ക്, പറ്റാത്തവർക്ക് എന്ത് ചെയ്യാം, എന്താണ് ഇനി വരുന്ന ഡിഗ്രി ചാൻസസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നന്നായി പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തവർക്ക് ഇനി വരുന്ന ഡിഗ്രി ചാൻസ് ഏതൊക്കെയാണ് എന്നൊക്കെ അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടാവും. അതെങ്കിലും നമുക്ക് പിടിക്കണം എന്ന രീതിയിൽ. അപ്പോൾ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്ത് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തേക്കുക. നിങ്ങൾക്ക് ഒരുപാട് PDF നോട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് തുടക്കത്തിൽ തന്നെ പറയാം, സംടൈംസ് ലേറ്റർ ബിക്കംസ് നെവർ, ഡു ഇറ്റ് നൗ എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. അതായത് നിങ്ങൾ പിന്നത്തേക്ക് വെക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ഒരിക്കലും എന്തില്ല, അത് നടക്കാനുള്ള ഒരു ചാൻസ് ഇല്ല. ഓക്കെ, നമുക്കറിയാം ചിലപ്പോൾ ചില ആൾക്കാർ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്ന രീതിയിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ആ സമയമാകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ എത്തുമ്പോൾ നമ്മൾ പറയും, ഓ ഇനിയിപ്പോ 4 മാസമല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 5 മാസമേ ഉള്ളൂ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പഠിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ നമ്മൾ അത് വിടും. സോ ഇപ്പോഴേ തുടങ്ങിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നോട്ടിഫിക്കേഷൻസ് എന്താണ് പിന്നെ വരുമ്പോഴേക്കും നമുക്കൊരു ലെവലിൽ എത്തും. അപ്പൊ നമുക്കൊരു മനസ്സിലായി, ഏകദേശം നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും നമ്മളൊരു 3/4 ഭാഗം പഠിച്ച് തീർത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, മെജോറിറ്റി ആൾക്കാർ നോട്ടിഫിക്കേഷൻ വന്ന് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങളോട് പറയും. അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഓക്കെ നമുക്ക് ഇത് ബേസ് മുതൽ തുടങ്ങാം എന്നൊക്കെ പറയുമ്പോഴേക്കും നിങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഒരുപാട് നിങ്ങൾ മുമ്പിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും. സോ ഞങ്ങളോട് പറയുകയാണ് എന്താണ്, ഒരിക്കലും പിന്നത്തേക്ക് ഒരു കാര്യം മാറ്റിവെക്കരുത്. പ്രത്യേകിച്ച് നമ്മൾ ഈ പറയാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് വരാനുള്ള, ഈ വർഷത്തോടു കൂടി നോട്ടിഫിക്കേഷൻ വരാനുള്ള ഡിഗ്രിയിലെ പ്രധാനപ്പെട്ട എക്സാമുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സോ തീർച്ചയായിട്ടും എന്താണ് ഈ കാര്യം നിങ്ങൾ കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കലും പിന്നത്തേക്ക് മാറ്റിവെക്കരുത്. നമ്മൾ ഇന്ന് മുതൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഒരു എക്സാം നോക്കാം. വളരെ ഫെമിലിയർ ആയിട്ടുള്ള നല്ല കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു എക്സാം ആണ് ഇത്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം അല്ലെ. അപ്പോൾ ഈ ഒരു അസിസ്റ്റന്റ് എക്സാം തുടങ്ങിയിട്ട് വലിയ വർഷങ്ങളൊന്നും ആയിട്ടില്ല, നമുക്കറിയാം. അപ്പോൾ എന്നിട്ടും നല്ലൊരു രീതിയിൽ കോമ്പറ്റീഷൻ നടക്കുന്ന നല്ലൊരു ഡിഗ്രി എക്സാം ആണ് ഇത്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ റാങ്ക് ലിസ്റ്റ്, നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ്, മുൻ വർഷത്തെ ഒരു ഡീറ്റെയിൽസ് നോക്കാം. 486/2022 ആയിരുന്നു അതിന്റെ നോട്ടിഫിക്കേഷൻ നമ്പർ വന്നത്. 30/11/2022 നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ അത് റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് വന്നത്, 11/3/2024 ഇത് വന്നത്. റാങ്ക് ലിസ്റ്റ് വന്നത്. ഓക്കെ, 11/3/2024 ഏകദേശം 1.5 വർഷത്തോളമായി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു റാങ്ക് ലിസ്റ്റ് 1.5 വർഷം, ഒരു വർഷവും ഏകദേശം 2 മാസം 3 മാസത്തോളം ആവുന്നു. അപ്പോൾ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു എക്സാം സാധാരണ ഇതിൽ വിളിക്കുന്നത് 1.5 വർഷം കഴിയുമ്പോഴാണ് PSCന്റെ നോട്ടിഫിക്കേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഈ വർഷം 2025 ഡിസംബറോടുകൂടി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇതല്ലെങ്കിൽ 2026 തുടക്കത്തിലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്. തീർച്ചയായിട്ടും നമുക്കൊരു പ്രിലിംസ് മെയിൻസ് ഉള്ള സംഭവമാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാംസ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു അധികം ലേറ്റ് ചെയ്യാതെ PSC ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നല്ല ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ വരുന്ന ഒരു എക്സാം ആണ്. 486/2022 30/11/2022 നോട്ടിഫിക്കേഷൻ വന്നു. ദെൻ റാങ്ക് ലിസ്റ്റ് വന്ന് 11/3/2024 വന്നു. അതിന്റെ മെയിൻ ലിസ്റ്റ് 770 ആൾക്കാരുണ്ടായിരുന്നു. അന്നേരം കട്ട് ഓഫ് മാർക്ക് വന്ന 57 മാർക്കായിരുന്നു. ഓക്കെ, അന്ന് നമ്മുടെ ഒരു ഡിഗ്രി ലെവൽ, ഇത്തരത്തിലുള്ള മാറിയ പാറ്റേണുള്ള ഡിഗ്രി ലെവൽ വന്ന ശേഷം നടന്ന കുറച്ച് എക്സാംസ്, അതുകൊണ്ടാണ് കട്ട് ഓഫ് ഒരു 57ലേക്കെങ്കിലും നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു 35, 40, 47 ഒക്കെ വേണ്ടി ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെയാണ് കുറച്ച് ഡിഗ്രി ലെവൽ എക്സാംസ് കഴിഞ്ഞിട്ട് വന്നതാണ് ഇത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അതുകൊണ്ടാണ് 57ലേക്കെങ്കിലും കട്ട് ഓഫ് മാർക്ക് എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിലവിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിയമന നില നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്കറിയാം 11/3/2024 വന്നതാണ്. 227 ടോട്ടൽ അഡ്വൈസസ് ഇതുവരെ. 6/5/2025 ഈ പറയുന്നത്. ഈ മാസത്തിലെ 6-ാം തീയതി വരെ ഉള്ള അഡ്വൈസ് നോക്കിയാണെങ്കിൽ 227 അഡ്വൈസ് പോയിട്ടുണ്ട്. കാറ്റഗറി വൈസ് നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാം. അപ്പോൾ ടോട്ടൽ അഡ്വൈസ് 227 അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇനിയും ഒരു 1.25 കൊല്ലത്തോളം ബാക്കിയുണ്ട്. എന്തായാലും നല്ലൊരു അഡ്വൈസ് ഇതിന്റെ കേസിൽ, ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്, യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന അപ്പോയിന്റ്മെന്റ് ആണ്. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് നമ്മൾ തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്ക് നല്ലൊരു എക്സാം ആണ്. നിങ്ങൾക്ക് വരുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ എക്സാം ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് വളരെയധികം എന്താണ് ചാൻസസ് ഉള്ള, നല്ല ഫിനാൻഷ്യലി നിങ്ങളെ സെറ്റിൽ ആക്കുന്ന നല്ലൊരു എക്സാം ആണ് അസിസ്റ്റന്റ് ഇൻ കമ്പനി ബോർഡ് എക്സാം. അതായത് KSEB, KSFE പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന എക്സാം. നമുക്കറിയാം ഇത്തരം അസിസ്റ്റന്റ് എക്സാമുകൾ രണ്ട് ആയിട്ടാണ്. മുൻപത് ഒറ്റ തവണയിലേക്കായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നെ അത് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്ത് നടത്താൻ തുടങ്ങി. കഴിഞ്ഞ തവണ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എക്സാം നടന്നത്. ജൂൺ 6-നും ജൂൺ 17-നും ആയിട്ട് അങ്ങനെ 2 എക്സാം ആയിട്ടാണ് നടന്നത്. 2023 നടന്നൊരു എക്സാം ആയിരുന്നു. എന്നിട്ട് ഈ അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ 26/2022 28/2/2022 2022 വന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു. റാങ്ക്
ലിസ്റ്റ് വന്നത് 13/3/2024. ഓക്കെ, 13/3/2024 നോട്ടിഫിക്കേഷൻ വരുന്നു. ഇതിന്റെ എക്സാം ഡേറ്റ് 6/6/23 ഇതിന്റെ എക്സാം നടന്നത്. 6/6/23 നടന്ന് ഏകദേശം നമുക്കറിയാം 12-15 മാസം മീൻസ് 9 മാസത്തോട് കൂടി തന്നെ റാങ്ക് ലിസ്റ്റ് വരെ വന്നു. 13/3/2024 വന്നു. അന്ന് കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നത് 3763 പേരാണ്. കട്ട് ഓഫ് മാർക്ക് അന്നുണ്ട് 43.33 മാർക്കാണ്. ഇപ്പൊ നിലവിൽ 950ഓളം അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് പറയാൻ പറ്റും, നമ്മളിപ്പം സൈറ്റിൽ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ അഡ്വൈസ് കാണുന്നില്ല. അതുകൊണ്ടാണ് നമുക്കത് ഏകദേശം 900 ഒക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 950 കഴിഞ്ഞ് എനിക്കൊന്ന് 1000 എത്താനായിട്ടുണ്ടാവും അതിന്റെ അഡ്വൈസ്, ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത്. സോ എക്സ്പെക്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു എക്സാം ആണ് ഇത്, അസിസ്റ്റന്റ് ഇൻ കമ്പനി ബോർഡ്, KSCB, KSFE പോലുള്ള നല്ല ലാഭത്തിൽ ഓടുന്ന സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന എക്സാംസുകളാണ് ഇത് പറയുന്നത്. ഇതിൽ KSCB, KSFE പോലുള്ള സ്ഥാപനങ്ങളിലെ അസിസ്റ്റന്റ് എക്സാം സാലറി നല്ല സ്കെയിൽ ഓഫ് പേ ആണ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുക. കിട്ടിയാൽ തന്നെ മീൻസ് എല്ലാവരും ജോയിൻ ചെയ്യുന്ന, മറ്റു ജോലികളിലേക്ക് വിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു പോസ്റ്റാണിത്. നമ്മുടെ അസിസ്റ്റന്റ് പോസ്റ്റ് ആണ്. വലിയ ടെൻഷനോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു നോർമൽ ആയിട്ട് പോകുന്ന ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റ് ആണ്. ഇതിന്റെ മെയിൻ ലിസ്റ്റ് 3763 ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന അസിസ്റ്റന്റ് പോസ്റ്റുകളിൽ ഒന്നാണ് ഇത്, അസിസ്റ്റന്റ് ഇൻ കമ്പനി ബോർഡ്, KSCB, KSFE പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അന്ന് കട്ട് ഓഫ് മാർക്ക് ഞാൻ പറഞ്ഞില്ലേ, പാറ്റേൺ മാറി വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അതുകൊണ്ട് 43 മാർക്ക് മാത്രമേ അന്ന് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അഡ്വൈസ് 950ഓളം നിലവിൽ പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ഒരു എക്സാം നോക്കാം. അടുത്ത എക്സാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സെയിം പാറ്റേണിൽ തന്നെയുള്ള KSRTC, അതായത് നമ്മുടെ കമ്പനി ബോർഡ് മറ്റ് കോർപ്പറേഷനുകളിലേക്ക് നടക്കുന്ന എക്സാംസ് ആണ്. KSRTC ആയിരിക്കാം, അതുപോലുള്ള കോർപ്പറേഷനിൽ നടക്കുന്ന നമ്മുടെ ഒരു സെക്കൻഡ് ടേം ആയിട്ട് വരുന്ന ഒരു എക്സാം ഇതിലേക്കാണ് ഇത്. അപ്പൊ അതിലും അസിസ്റ്റന്റ് എന്ന് തന്നെയാണ് അതിൽ വിളിക്കുന്നത്. 653/2021 30/12/2021 ആണ് അതിന്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് വരുന്നത്. റാങ്ക് ലിസ്റ്റ് 29/1/2024 വന്നു. മെയിൻ ലിസ്റ്റിൽ 1734 ആൾക്കാരുണ്ട്, 1734 ആൾക്കാരുണ്ട്. കട്ട് ഓഫ് മാർക്കായിട്ടാണ് ഉണ്ടായിരുന്നത് 53.67 മാർക്കായിരുന്നു. നിലവിൽ അത് 700 പരം അഡ്വൈസുകൾ പോയിട്ടുണ്ട്. അതും സൈറ്റിൽ എത്ര 600 എത്രയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് സൈറ്റിൽ ഇപ്പൊ നിലവിൽ കാണിക്കുന്നില്ല. ഏകദേശം 700 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ഒരുപാട് NJDs ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് ഇൻ കമ്പനി ബോർഡ് KSRTC പോലുള്ള സ്ഥാപനങ്ങളിൽ നടക്കുന്നത്. രണ്ടും ഒരുമിച്ചാണ്, ഒറ്റ മീൻസ് അടുത്തടുത്താണ് സാധാരണ ഇതിൽ എക്സാം നടന്നു പോകാറുള്ളത്. പണ്ട് ഒരു തവണ നടക്കുന്ന എക്സാം ആയിരുന്നു, ഇപ്പൊ അത് കമ്പൈൻ ചെയ്തിട്ടാണ് PSC വിളിക്കുന്നത്. സോ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിഗ്രി ലെവൽ നോക്കുന്നവർ ശ്രദ്ധിക്കേണ്ട എക്സാംസ് ആണ് ഈ നമ്മൾ പറഞ്ഞിരിക്കുന്ന യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഇപ്പൊ വന്നിരിക്കുന്ന KSCB, KSFE പോലുള്ള അസിസ്റ്റന്റ്, പിന്നെ KSRTC പോലുള്ള അസിസ്റ്റന്റ്. ഓക്കെ, അടുത്തത് ഇത് അസിസ്റ്റന്റ് ഇൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് നടക്കുന്ന എക്സാം ആണ്. അസിസ്റ്റന്റ് ഇൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ഓക്കെ, 59/2020 ആയിരുന്നു മുന്നത്തെ നോട്ടിഫിക്കേഷൻ നമ്പർ. 25/8/2020 ആണ്. റാങ്ക് ലിസ്റ്റ് 8/8/2023 വന്നു. അന്ന് 970 ആൾക്കാർ മാത്രമേ ഒരു മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. കട്ട് ഓഫ് മാർക്ക് 35 മാർക്കാണ് ഇതിന്റെ കട്ട് ഓഫ് മാർക്കായിട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതൊരു നമ്മൾ വലിയ ഒരു നിയമനം നടക്കുന്ന ഒരു പോസ്റ്റ് അല്ല. ഈ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ഇൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് മാത്രം നടക്കുന്ന ഒരു നിയമനമായതുകൊണ്ട് തന്നെ വലിയ ഒരു അപ്പോയിന്റ്മെന്റ് നടക്കുന്നില്ല. അത് 970 പേരുണ്ടെങ്കിൽ തന്നെ അതിന്റെ അഡ്വൈസ് നില നോക്കിക്കഴിഞ്ഞാൽ 35 അഡ്വൈസ് മാത്രമേ നിലവിൽ അത് പോയിട്ടുള്ളൂ. അതിന്റെ ഏകദേശം ഓൾമോസ്റ്റ് എന്താണ് 2023 വന്നത് 2026 ഒരു വർഷം, ഓൾമോസ്റ്റ് ഒരു വർഷത്തേക്ക് മാത്രമേ ഇനി അത് ലിസ്റ്റ് ബാക്കിയുള്ളൂ. ലാസ്റ്റ് അഡ്വൈസ് പോയി 28/1/2025 പോയിട്ട് 35 അഡ്വൈസ് ആണ് ടോട്ടൽ ഉള്ളത്. നമ്മൾ കാറ്റഗറി വൈസ് നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും. അപ്പോൾ ഇതും ഒരു ഡിഗ്രി ലെവൽ എക്സാംസ് ആണ്, നമുക്കറിയാം. പക്ഷെ നമുക്ക് കയറാൻ ഒരു പോസ്റ്റ് മതിയല്ലോ. ഇനി വളരെ 100 അല്ലെങ്കിൽ 200 300 ഉള്ള മാത്രമേ നമ്മൾ പഠിക്കുമെന്നൊന്നുമില്ല. നമ്മളെല്ലാം പഠിക്കുന്നതിനെല്ലാം തന്നെ എന്താണ് പല എക്സാമിലേക്ക് നമ്മൾ ഒരേ കോമൺ സിലബസുകളാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ എക്സാമും എഴുതുക എന്നാണ് നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ഇത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് അല്ലെങ്കിൽ SBCID എന്ന് പറയുന്ന ഒരു എക്സാമിനെ കുറിച്ച്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ഇത് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ജൂൺ 4 വരെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ലാസ്റ്റ് ഡേറ്റ് ഉള്ളൂ. അപ്ലൈ ചെയ്യാത്തവരൊക്കെ എന്ത് ചെയ്യുക, അപ്ലൈ ജൂൺ 4 2025 വരെ മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉള്ളൂ. 17/2025 ആണ് കേരള പോലീസ് സർവീസിലെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. സ്കെയിൽ ഓഫ് പേ 31,100 to 68,800 ആണ്. അപ്പോൾ ഓൾറെഡി ഇത് പ്രത്യേകത അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊരു യൂണിഫോം പോസ്റ്റ് അല്ല എന്ന കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അസിസ്റ്റന്റ് പോസ്റ്റ് ആണ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് SBCID എന്ന് പറയുന്ന പോസ്റ്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ മുന്നത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അന്ന് ഇതിന് 33, അതായത് നമ്മൾ കഴിഞ്ഞ തവണത്തെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് ആയിട്ട് വന്ന 33 മാർക്കായിരുന്നു. അതായത് കഴിഞ്ഞ തവണത്തെ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ കൂടെ വന്നിരുന്ന ഒരു പരീക്ഷയായിരുന്നു. അന്ന് 33 മാർക്കാണ്. അഡ്വൈസ് 172 പോയിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ 1054 ആൾക്കാരുണ്ടായിരുന്നു. ലാസ്റ്റ് അഡ്വൈസ് പോയത് 21/2/2025 ഓക്കെ, അപ്പൊ ഇതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റിന്റെ എന്താണ് ഡീറ്റെയിൽഡ് എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണത്തെ ഡീറ്റെയിൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തവണത്തെ എക്സാമിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഒന്നും കൂടെ പറയേണ്ടതുണ്ട്. കാരണം
ഇപ്പം മറ്റേതൊക്കെ നോട്ടിഫിക്കേഷൻ വരാനുള്ളത് നമ്മൾ ഈ വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമോ പ്രതീക്ഷിക്കുന്ന വളരെ, പക്ഷെ എന്ന് വെച്ച് ഡിഗ്രി ലെവൽ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർ പഠിച്ചു തുടങ്ങേണ്ട നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത്. പക്ഷേ ഈ എക്സാം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ ഓൾറെഡി ഇത് വിളിച്ചു കഴിഞ്ഞു, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ജൂൺ 4 വരെ മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ, സമയമുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പം കഴിഞ്ഞിരിക്കുന്ന മീൻസ് നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റിനൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തത് എന്ത് ചെയ്യുക, ഒരു നല്ല അവസരമായിട്ട് ഇതിനെ കാണുക. ഇത് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഗുണം ഞാൻ പറഞ്ഞു. ഇത് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിന്റെ ടോപ്പിക്കൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും മറ്റ് എക്സാമുകളും വരും. സോ അതിന് അഡീഷണൽ ആയിട്ട് റിവിഷൻ മാത്രം കൊടുത്താൽ മതി എന്നതാണ് ഇതിന്റെ ബെനിഫിറ്റ് വരുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മനസ്സിലാക്കും ഞാൻ വിചാരിക്കുന്നു. സോ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് നിലവിൽ ഡിഗ്രിക്കാർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന മെയിൻ എക്സാമുകൾ. പിന്നെ ചെറിയ ചെറിയ വേക്കൻസീസ് ഉള്ള 1-2 എക്സാംസ് കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ഉറപ്പില്ലാത്തതുകൊണ്ട് പറഞ്ഞാണ്. പക്ഷേ ഈ ഇപ്പം പറഞ്ഞിരിക്കുന്ന എല്ലാ എക്സാമുകളും തീർച്ചയായിട്ടും അതിന്റെ കൂടെ നമുക്ക് പറയേണ്ടതാണ് സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ. സബ് ഇൻസ്പെക്ടർ ഞാൻ പറയാത്തത് കാരണം ഓൾറെഡി ഒരു ലിസ്റ്റ് റണ്ണിങ് ആണ്, പിന്നെ ഒരു ലിസ്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു എക്സാം ഡിസംബറിലാകുമ്പോഴേക്കും. പക്ഷെ അത് വർഷാവർഷം നടക്കുന്ന ലിസ്റ്റ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ എന്താണ് അത് വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. ഡിസംബർ നോട്ടിഫിക്കേഷനിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഉൾപ്പെടുത്താത്തത് ഓൾറെഡി റണ്ണിങ് ലിസ്റ്റ് ഉണ്ട്. റണ്ണിങ് ലിസ്റ്റ് എന്ന് വെച്ചാൽ വീണ്ടും ഒരു ലിസ്റ്റ് പെൻഡിങ് ഉണ്ട്, എന്നിട്ടാണ് നമ്മൾ ഇത് എക്സാം വിളിക്കുന്നത്. പിന്നെ അത് വർഷാവർഷം വിളിക്കുന്ന ഒരു എക്സാം ആണ്. പിന്നെ അത് ഫിസിക്കലുള്ള മീൻസ് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഫിസിക്കലൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന എക്സാം ആണ്. അതുകൊണ്ട് അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ പെട്ടെന്ന് വിളിക്കാൻ ചാൻസ് ഉള്ള, മീൻസ് പെട്ടെന്ന് വെച്ചാൽ ഈ ഒരു വർഷത്തോട് അവസാനത്തോട് വിളിക്കാൻ ചാൻസ് ഉള്ള ഒരു എക്സാം ആണ് എക്സൈസ് ഇൻസ്പെക്ടർ. അതിന്റെ എന്തൊക്കെയോ നൂലാമലകളിലൊക്കെ തട്ട് തടഞ്ഞു നിൽക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു എക്സൈസ് ഇൻസ്പെക്ടർ. ഇപ്പൊ അതെല്ലാം ക്ലിയർ ആയി എന്ന് മനസ്സിലാക്കുന്നു. സോ ആ 2 പോസ്റ്റുകൾ കൂടിയുണ്ട്. പിന്നെ 1-2 വേക്കൻസീസ് മാത്രം വരുന്ന മറ്റ് എക്സാമുകളും വരാനുണ്ട്. സോ എന്തായാലും ഡിഗ്രിക്ക് എക്സാമിന് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല ഇനിയില്ല വർഷങ്ങളിൽ. മീൻസ് ഇനിയുള്ള ഈ നമ്മൾ ഒരു വർഷത്തോട് കൂടി നിങ്ങൾക്ക് പഠിച്ച് സെറ്റായി ഒരു ജോലി മേടിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നതാണ് മനസ്സിലാക്കുക. സോ എന്തായാലും തീർച്ചയായിട്ടും ശ്രമിക്കുക. എനിക്ക് ആദ്യം പറഞ്ഞ കാര്യം മാത്രമേ ഇപ്പോഴും നിങ്ങളോട് പറയാനുള്ളൂ. ഇത് വരട്ടെ, അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന രീതിയിൽ നിങ്ങൾ കാത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഒരിക്കലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്, നിങ്ങൾ ഇപ്പം കംപ്ലീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കും, നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് വിചാരിക്കും. നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 4-5 മാസമേ ഉള്ളൂ. ഈ എക്സാം, ഈ പ്രിലിംസ് മെയിൻസ് ഇതിനിടയിൽ പഠിക്കാൻ പറ്റില്ല എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഡ്രോപ്പ് ചെയ്യും. അതാണ് നിങ്ങൾക്ക് ഇനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും പല ആൾക്കാരും നടന്നുകൊണ്ടിരിക്കുന്ന സെയിം കാര്യം തന്നെയായിരിക്കും. ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ആൾക്കാർക്ക് നടക്കുന്നുണ്ടെന്ന കാര്യം. ഇപ്പൊ ഇരിക്കും സമയമുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ നോട്ടിഫിക്കേഷൻ വരട്ടെ, നോട്ടിഫിക്കേഷൻ വരും. പ്രിലിംസും ഡിഗ്രി മെയിൻസും നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും. സോ എന്തായാലും ഇനിയുള്ള ചാൻസസ് ഒരിക്കലും മിസ് ചെയ്യരുത്. ഇപ്പോഴില്ലെങ്കിൽ പിന്നെ നെവർ ഇല്ല, ഇപ്പൊ തന്നെ ചെയ്യുക. അപ്പൊ ഇതാണ് പറയാനുള്ളത്. നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ. താങ്ക്